ക്രൈസി ട്രിപ്സിന്റെ ഫോളോവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഒരു വലിയ ഹായ്. അപ്പോൾ നിങ്ങൾ കണ്ട വീഡിയോ ഞാൻ പ്രതീക്ഷിച്ച മാതിരിയൊന്നും കേട്ടോ, ഒരു ജാടിയും കാര്യങ്ങളൊന്നുമില്ല. നമസ്കാരമുണ്ട്. ഞാനിപ്പോൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. ഞാൻ ഇവിടുന്ന് പാലക്കാട്ടേക്കാണ് ഇപ്പോൾ പോകുന്നത്. പാലക്കാട് നിന്ന് ഞാൻ നേരെ പോകുന്നത് നമ്മുടെ തിരുവനന്തപുരത്തേക്ക്, തലസ്ഥാനത്തേക്കാണ് കേട്ടോ. എനിക്ക് തിരുവനന്തപുരത്തേക്ക് ഞാൻ എന്തിനാണ് പോകണമെന്നും ആരെ കാണാനാണ് പോകണമെന്നും എന്ത് കാണാനാണ് പോകണമെന്നൊക്കെ ഞാൻ വഴിയിൽ പറഞ്ഞുതരാം. അതൊരു സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. ആ പാലക്കാട് നിന്ന് വരുന്ന ട്രെയിനിൽ ഗോകുലും ഗാഥയും കോയമ്പത്തൂരിൽ നിന്ന് കയറുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ കൂടെ ജോയിൻ ചെയ്യും. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോകും. അപ്പോൾ ട്രെയിൻ അനൗൺസ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇവിടുന്ന് പാലക്കാട്ടേക്കുള്ളത്. മംഗലാപുരം ടു പുതുച്ചേരി ട്രെയിനിലാണ് ഞാൻ പോകുന്നത്. ഇവിടുന്ന് ലോക്കൽ ടിക്കറ്റ് എടുത്തിട്ടാണ് കയറുന്നത്, സ്ലീപ്പർ റിസർവ് ചെയ്തിട്ടില്ല. അപ്പോൾ ട്രെയിൻ അനൗൺസ് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ വരും. അപ്പോൾ നമുക്ക് പാലക്കാട് എത്തിയിട്ട് കാണാം കേട്ടോ. ഹലോ, അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരം എത്തിയിട്ടോ. ഗോകുലും ഗാഥയുടെ ബാക്കിൽ. ഇവിടെ ഒരു 9:45 ആകുമ്പോൾ ഞങ്ങൾ എത്തിയിട്ടോ. നേരെ പോയി ഫ്രഷായി ഒരു റൂം എടുത്ത് ഫ്രഷായിട്ട് ഇപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ സർപ്രൈസ് എന്ന് പറഞ്ഞില്ലേ അവിടേക്ക് പോകാൻ നിൽക്കണേ. അപ്പോൾ ഞങ്ങളിപ്പോൾ ബലരാമപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഷൂട്ടിങ് നടക്കുന്നത്. അപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് KSRTC സ്റ്റാൻഡാണ്. ഇവിടുന്നുള്ള ബസ്സിൽ നാഗർകോവിൽ പോണ വഴിയാണ് ഈ സ്ഥലം. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറിയിട്ട് അങ്ങോട്ട് പോയിട്ടിരിക്കണം. ബാക്കി കാര്യങ്ങൾ അവിടെ എത്തിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഞങ്ങളൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അതെന്താ നിങ്ങൾക്കറിയാം, ഒരു സർപ്രൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സർപ്രൈസിൻ്റെ അവിടേക്കാണ് വന്നിരിക്കുന്നത്. അതെന്താണ് ഞാൻ പറയാം. ഞാനിപ്പോൾ കാണാൻ വന്നിരിക്കുന്ന ഒരു സെലിബ്രിറ്റീനെയാണ് കേട്ടോ. നമ്മുടെ സീരിയൽ നടി സി കേരളത്തിലെ മിഴിരണ്ടിൽ എന്ന് പറഞ്ഞ സീരിയലിലെ ഹീറോയിനെ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അതെന്തിനാണ് വന്നതിൻ്റെ കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ബലരാമപുരം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ ബസ് കയറിയിട്ട് KSRTCയിൽ കയറിയിട്ട് ബലരാമപുരം ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഈ സ്പോട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ ലൊക്കേഷനൊക്കെ അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഗോകുലിനെ നിങ്ങൾക്കറിയാം. ഗോകുലിൻ്റെ അനിയത്തി ഗാഥ ഒരു ആർട്ടിസ്റ്റാണ്. അതായത് പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷേ പക്ക ആർട്ടിസ്റ്റാണ്. അടിപൊളിയായിട്ട് പെയിൻറ്റ് ചെയ്യും, പെൻസിൽ ഡ്രോയിങ് ചെയ്യും, സ്കെച്ച് വർക്ക് ചെയ്യും, ഒക്കെ ചെയ്യും. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇൻസ്റ്റാലൊരു പേജൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പെയിൻറ്റിങ്ങൊക്കെ താല്പര്യം, വരയ്ക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അവളായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇതുവരെ ഡ്രോയിങ് ഒന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ ഈ ഫോട്ടോസൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം അവളുടെ കഴിവ് എത്രത്തോളം ഉണ്ടെന്ന്. നല്ല അടിപൊളിയായിട്ട് പെയിൻറ്റ് ചെയ്യും. അപ്പോൾ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. ആ പെയിൻറ്റിങ് കണ്ടപ്പോൾ എനിക്ക് ജെന്യൂനെന്ന് തോന്നി, അത് കാരണം കൊണ്ട് പറയുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ആ ഹീറോയിനെ കാണാൻ വേണ്ടിയിട്ട് ഷൂട്ടിങ് ബാക്കിലാണ് ഷൂട്ടിങ് നടക്കുന്നത്. അപ്പോൾ അവിടേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവർ ലൊക്കേഷനൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫോളോ ചെയ്തിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. വൈഷ്ണവി എന്നാട്ടോ ഹീറോയിൻ്റെ പേര്. അപ്പം ഇനി ബാക്കി ഡീറ്റെയിൽസ് ഉള്ളിൽ ചെയ്തിട്ട് പറയാം. വീഡിയോ എടുക്കാൻ പറ്റുമോയെന്ന് അറിയില്ല, എന്നാലും പറ്റുക അവരെടുക്കാൻ സമ്മതിക്കുകയാണെങ്കിൽ വീഡിയോ എടുക്കാം. പിന്നെ പെയിൻറ്റിങ്
ഇതാട്ടോ പെയിൻറ്റിങ് അല്ല, അതൊരു പെൻസിൽ ഡ്രോയിങ് ആണ്. ഇത് ഞാൻ പോലും ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം അവിടെ നിന്ന് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതും കൂടി കാണിച്ചു തരാം കേട്ടോ. എന്തായാലും അടിപൊളിയായിരിക്കും തോന്നുന്നു. നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് പോയിട്ട് കാണാം. ഞങ്ങൾ വൈഷ്ണവി ചേച്ചിയുടെ ഒരു പിക്ചർ അനിയത്തി വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി വന്നു. അനിയത്തി അപ്പോൾ വിളിച്ചു പറഞ്ഞപ്പോൾ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വന്നു. എന്തിന്റെ കണ്ടത് ഇങ്ങനെ എടുക്കുന്ന ഈ പിക്ചർ വെച്ച് കൊടുക്കുന്നതാണോ? ഞാൻ ട്രാവൽ വ്ളോഗറാണ്. അപ്പോൾ ഇതിന് വരണ എൻ്റെ ചേച്ചിയുടെ മോളാണ്. വരണമെന്ന് പറഞ്ഞപ്പോൾ ഞാനും കൂടി വന്നു തോന്നുന്നു. അവള് സീരിയൽ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കാഞ്ചനയുടെ ക്യാരക്ടർ മാറി ക്യാരക്ടറെ ചേഞ്ച് ആയി, ഭയങ്കര സൈലന്റ് ആയി, നല്ല ക്യാരക്ടറായി മാറി. വീട്ടിൽ ഫുള്ളും സീരിയലാണ്. ഞങ്ങളവിടെ ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷനിൽ വന്നിരിക്കാനുണ്ടോ. മാഡത്തിനെ കണ്ടു. മാഡം ഗിഫ്റ്റ് ജാഥ പറഞ്ഞു. ഒത്തിരി സന്തോഷമുണ്ട് അവിടെ നിന്ന് വരെ വന്നതിൽ. കൊടുത്തോ? എന്തിനാ? താങ്ക് യു സോ മച്ച്. ഞാനല്ല താങ്ക് യു പറയുന്നത്, ചേച്ചി ഇത്ര അക്സെപ്റ്റ് ചെയ്തിട്ട് വരാം. അയ്യോ അതിനിപ്പം എന്നാ കുറച്ച് പാടാണ്. അപ്പം ഹെൽപ്പ് ചെയ്യണം. ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും വിചാരിച്ചില്ല. പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കയറി വരും. ഞാൻ ഷൂട്ടിങ് വിചാരിച്ചു. പ്രാക്ടീസ് ആണല്ലോ. ഞങ്ങളിവിടെ റീൽസ് എടുക്കേണ്ട പ്രാക്ടീസിലാണ്. ഓ റീൽസ് ആണ്. ക്യാമറ സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ആ സമയത്ത് കോയമ്പത്തൂരിൽ നിന്ന് ഇവിടം വരെ വന്നു. ഇതിനു വേണ്ടി മാത്രമാണ് അത്രയ്ക്ക് റിസ്ക് എടുത്തിട്ടാണ് വന്നത്. ജനറൽ കമ്പാർട്ട്മെന്റിൽ തൂങ്ങി പിടിച്ച് ഉറങ്ങിയിട്ട് പോലുമില്ലേ. സീരിയസ്ലി ടിക്കറ്റ് കൺഫേം ആയില്ല. അപ്പോൾ അതുകൊണ്ട് ജനറലിലൊക്കെ കയറിക്കാണ്. പിന്നെ ടിക്കറ്റ് കൺഫേം ആകുമ്പോൾ വന്നാൽ മതിയായിരുന്നല്ലോ. അല്ല, കഴിഞ്ഞ മാസം വരാൻ പറഞ്ഞത്. അപ്പോൾ വരാൻ പറ്റിയില്ല. കട്ടിയാൻ എന്തെങ്കിലും ഉണ്ടോ? വാ ഇഷ്ടമായിട്ടോ? കൊള്ളാം. ഇനിയിപ്പോൾ എന്തോ ദിവസം വരയ്ക്കാൻ? ഞാൻ കോളേജിൽ പോയിട്ട് ഫ്രീ ടൈമിൽ മാത്രമേ ചെയ്യാറുള്ളൂ. ചേച്ചിയുടെ ഫാനാണ്. സീരിയൽസ് ഭയങ്കര ഫാനായിട്ട്. എനിക്ക് മേഘ ചേച്ചിയിൽ വരയ്ക്കണം എന്നുണ്ടായിരുന്നു. ബട്ട് പിക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ല. അവള് പഠിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ജന്മന കിട്ടി കഴിഞ്ഞു. വരയ്ക്കണം എന്നുണ്ടായിരുന്നു. പിക്ക് കറക്റ്റായിട്ട് കിട്ടാനിട്ടാണ്. കൊള്ളാട്ടോ. എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നല്ല രസമുണ്ട്. താങ്ക് യു. ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങൾ കണ്ട വീഡിയോ ഞാൻ പ്രതീക്ഷിച്ച വരുന്നത് കേട്ടോ. ഒരു ജാടിയും കാര്യങ്ങളൊന്നുമില്ല. സാധാരണ ആർട്ടിസ്റ്റുകൾക്ക് നമ്മൾ വീഡിയോസൊക്കെ എടുക്കട്ടെ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത് അങ്ങനെയൊന്നുമില്ല. എത്രത്തോളം വീഡിയോ എടുത്തോളൂ, എന്തൊക്കെ ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് പരിമിതികളുണ്ട്. അവിടെ കുറച്ച് ഷൂട്ടിങ്ങിൻ്റെ അവരുടെ കാര്യങ്ങളിലൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ വെച്ചിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ വീഡിയോസാണ് എടുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നിങ്ങളുടെ സ്വന്തം റാസ് കയറി.